നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നോളജ് സിറ്റിയിലാണ് കേട്ടോ. നോളജ് സിറ്റിയുടെ 125 ഏക്കറിനകത്തെ കാഴ്ചകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇങ്ങോട്ട് കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചിലപ്പോൾ മണി ഏകദേശം 10-11 മണിയേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, നമ്മുടെ എല്ലാ ഭാഗത്തും എവിടെ നോക്കിയാലും ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനും വിനോദവും അതുപോലെ തന്നെ എല്ലാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഞാൻ മൻസൂർ മുഹമ്മദ് ട്രിപ്പിൾ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ട, ഇവിടെ നിന്നാണ് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിലേക്കുള്ള എൻട്രൻസ്. പ്രധാന കവാടം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ കവാടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്നാണ് നേരെ കയറി അങ്ങോട്ട് പോകുന്നത്. ഇത് കണ്ട, ഇവിടെയൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതൊക്കെ വരും. ഇത് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള മസ്ജിദിൻ്റെ ചെറിയ ആ ഒരു മിനാരമൊക്കെ ഇവിടെ നിന്ന് കാണാം നമുക്ക്. ബാക്കി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഇതിൻ്റെ അകത്തെ ഈ പള്ളിക്കകത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ. ഇത് മൊത്തം ഷോപ്പുകളും അതുപോലെ തന്നെ തിരക്കുകളുമാണ്. എല്ലാ ഷോപ്പുകളിലും അത്യാവശ്യം നല്ല സെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ കടക്കാരൊക്കെ അവർക്കൊക്കെ നല്ല പെരുന്നാൾ പോലത്തെ ഫീലാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും നല്ല സെയിലുണ്ട്. ഈ പഴയകാല മിഠായികൾ, ഡ്രസ്, ഒപ്റ്റിക്കൽസ് എല്ലാ സൈസും ഉണ്ട് കേട്ടോ. ബാഗ് കട, പർദ്ദക്കട, കുറേ ഷോപ്പുകളൊക്കെ ഇപ്പോഴും ഒഴിഞ്ഞും കിടപ്പുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പള്ളിക്കകത്തൊക്കെ തിരക്കായത് നോക്കി. സാധാരണ ഇവിടെ ഇതിനകത്ത് തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇത് ഈ സ്ഥലം കണ്ടോ എഴുതിയിരിക്കുന്നത് ഷോർബാഖാന എന്നാണ് അതിന് പറയുന്നത്. ഈ സ്ഥലത്തിന് സ്ത്രീകൾക്ക് അവിടെയും പുരുഷന്മാർക്ക് ഇവിടെയും. ഇവിടെ വേറൊരു എന്താ പ്രത്യേകത വെച്ചാൽ, വെള്ളിയാഴ്ച ദിവസം ഇവിടെ ചോറും കിട്ടും. വെള്ളിയാഴ്ച അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ കഞ്ഞിയും, ഒരു പ്രത്യേകതരം പല സംഗതികളൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഒന്നാം തരം കഞ്ഞിയും ഇവിടെ എല്ലാ ദിവസവും ഫ്രീ ആണ്. വരുന്ന വിസിറ്റേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസം നല്ല ഒന്നാം തരം ചോറാണ് കൊടുക്കുന്നത്. ചോറെന്ന് വെച്ചാൽ ഇറച്ചിച്ചോറും അതുപോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഏത് വശത്തു നിന്ന് നോക്കിയാലും നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് നോക്കിയാൽ. അപ്പോൾ ഈ ഒരു അവധിക്കാലം നിങ്ങൾക്ക് ഇവിടെ വരികയും ഇതെല്ലാം കാണുകയും പഠിക്കുകയും എല്ലാം ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനടുത്തുള്ളൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം അടിച്ചു പൊളിച്ച് തകർത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.